Good morning all. Today we are discussing the topic of difference between decentralization and centralization. In previous class we have already discussed the topic of centralization, decentralization and importance of decentralization. Today our topic is difference between decentralization and centralization. Okay. Let's move to a chart presentation. The difference between centralization and decentralization. സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്താ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ അതോറിറ്റിയും നമ്മുടെ സബോർഡിനേറ്റ്സിലോട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റമാറ്റിക് എഫേർട്ടിനെ നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയും. സെൻട്രലൈസേഷൻ ആകുമ്പോൾ എന്താ, ടോപ്പ് ലെവലിനായിരിക്കും അതോറിറ്റി, ഡിസിഷൻ മേക്കിംഗ് പവറും എല്ലാം ടോപ്പ് ലെവലിനായിരിക്കും. അതായത് അവരുടെ അതോറിറ്റിയും ഡിസിഷൻ മേക്കിംഗ് പവറും എല്ലാം ടോപ്പ് ലെവലിൽ നിക്ഷിപ്തമായിരിക്കും സെൻട്രലൈസേഷനിൽ. ഡീസെൻട്രലൈസേഷൻ വരുമ്പോൾ എല്ലാ പവറും, ഫ്രീഡം, ഓട്ടോണമി, ഡിസിഷൻ മേക്കിംഗ് പവർ എല്ലാം തന്നെ നമ്മുടെ സബോർഡിനേറ്റ്സിനായിരിക്കും. അതുപോലെ തന്നെ ബെറ്റർ ഡിസിഷൻ എടുക്കാനും നമുക്ക് ഡീസെൻട്രലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നു. ഡീസെൻട്രലൈസേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ ആയിരിക്കും. സെൻട്രലൈസേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഏത് ഓർഗനൈസേഷനിലാണ്? സ്മാൾ സ്കെയിൽ ഓർഗനൈസേഷനിലായിരിക്കും. ഓക്കെ, ഇത്രയും ഏകദേശം നിങ്ങൾക്കൊന്നറിയാമല്ലോ. ഓക്കെ, നമുക്ക് ഇനി അതിൻ്റെ ഡിഫറൻസ് നോക്കാം. The difference between centralization and decentralization. The first basis may be meaning. In centralization, it refers to the retention of decision making authority at the top level management. നമ്മൾ സെൻട്രലൈസേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ആർക്കാ? സെൻട്രലൈസേഷൻ എന്ന് പറയുന്നതിൽ ആർക്കാ? ടോപ്പ് ലെവൽ മാനേജേഴ്സിനാണ് ഡിസിഷൻ മേക്കിംഗ് പവർ. അത് തന്നെയാണ് അതിൻ്റെ മീനിങ്. ഇറ്റ് റിഫേഴ്സ് ടു ദ റിട്ടൻഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി അറ്റ് ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. സോ സെൻട്രലൈസേഷനിൽ ടോപ്പ് ലെവൽ മാനേജേഴ്സിനായിരിക്കും പോളിസി ഫ്രെയിം ചെയ്യാനുള്ള അതോറിറ്റിയും, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഫ്രെയിം ചെയ്യാനുള്ള അതോറിറ്റിയും, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനുള്ള അതോറിറ്റിയും ടോപ്പ് ലെവലിനായിരിക്കും. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ it refers to delegation of authority throughout all the levels of organization. നമ്മൾ പറഞ്ഞു decentralization refers to delegation of authority throughout all the levels of organization. നമ്മുടെ അതോറിറ്റി എല്ലാ ലെവലിലോട്ടും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് എഫേർട്ടിനെ നമ്മൾ എന്തെന്ന് പറയും? ഡീസെൻട്രലൈസേഷൻ എന്ന് പറയും. ഓക്കെ, അത് തന്നെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഫസ്റ്റ് ബേസിസ് മേ ബി മീനിങ്. The second basis may be objective. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ലക്ഷ്യം, നമ്മുടെ ഒരു എയിം. അപ്പം നമുക്കായാലും ഒരു എയിം ഉണ്ടല്ലേ, അതുപോലെ തന്നെ എല്ലാ ഓർഗനൈസേഷനിലും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. നമ്മൾ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കും ആ ഒബ്ജക്റ്റീവ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ബേസിസ് മേ ബി ഒബ്ജക്റ്റീവ് ടു റിട്ടൈൻ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി അറ്റ് ദ ടോപ്പ് ലെവൽ. ഇവിടെ ആ ഒബ്ജക്റ്റീവ് ഫ്രെയിം ചെയ്യാനുള്ള അതോറിറ്റി ആർക്കാ? ഡിസിഷൻ മേക്കിംഗ് പവർ ആർക്കാ? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന്. അതായത് സെൻട്രലൈസേഷനിൽ ടോപ്പ് ലെവൽ മാനേജേഴ്സിനായിരിക്കും അതോറിറ്റി. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഫ്രെയിം ചെയ്യുക എന്ന ഡ്യൂട്ടിയും ടോപ്പ് ലെവൽ മാനേജേഴ്സിനായിരിക്കും. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ടു ഡിസ്പേഴ്സ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ടു ലോവർ ലെവൽസ്. അതായത് നമ്മുടെ ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സിൽ നമ്മുടെ അതോറിറ്റി നമ്മുടെ ടോപ്പ് ലെവല് ഡിഫറെൻറ്റ് ലെവൽസിലോട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. അതായത് മിഡിൽ ലെവൽസിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം, ലോവർ ലെവൽസിനും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം. സോ അവരുടെ അതോറിറ്റി ബാക്കി എല്ലാ സബോർഡിനേറ്റ്സിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് എഫേർട്ടാണ് ഡീസെൻട്രലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് എല്ലാവർക്കും മനസ്സിലായോ? നെക്സ്റ്റ് മേ ബി ഫ്രീഡം. The managers have less freedom of action. നമ്മുടെ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നതിൽ മാനേജേഴ്സിന്, അതായത് നമ്മുടെ മിഡിൽ ലെവൽസിനായാലും ലോവർ ലെവൽസിനായാലും ലെസ് ഫ്രീഡമാണ് ഉള്ളത്. ഓക്കെ, അവർക്ക് ഫുൾ ഫ്രീഡം കിട്ടുന്നില്ല ഇൻ ദ കേസ് ഓഫ് സെൻട്രലൈസേഷൻ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ
മാനേജേഴ്സ് ഹാവ് മോർ ഫ്രീഡം ഓഫ് ആക്ഷൻ എടുക്കാനുള്ള എല്ലാ ഫ്രീഡവും മാനേജേഴ്സിനാണ്. കാരണം നമ്മുടെ ടോപ്പ് ലെവൽ മാനേജേഴ്സ് അവരുടേതായ അതോറിറ്റികളും ഡിസിഷൻ മേക്കിംഗ് പവറും ഒക്കെ നമ്മുടെ ഡിഫറെൻറ്റ് ലെവൽസിലോട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്. നെക്സ്റ്റ്, നേച്ചർ. ഇൻ ദ കേസ് ഓഫ് സെൻട്രലൈസേഷൻ ഇറ്റ് മേ ബി റിജിഡ് നേച്ചർ. റിജിഡ് നേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും ഒരു ചേഞ്ച് വരുത്താനായിട്ട് പറ്റത്തില്ല. കാരണം ഓർഗനൈസേഷനിൽ പോളിസി, ഒബ്ജക്റ്റീവ് ഒക്കെ ഫ്രെയിം ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പെട്ടെന്നൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല. സോ ഇറ്റ് മേ ബി എ റിജിഡ് നേച്ചർ. Second one, in the case of decentralization, it may be flexible nature. ഫ്ലെക്സിബിൾ നേച്ചറിലുള്ളതായിരിക്കും ഡീസെൻട്രലൈസേഷനിൽ. ഓക്കെ, അവിടെ ഡിസിഷൻ മേക്കിംഗ് പവറും അതോറിറ്റിയും ഫ്രീഡവും എല്ലാം സബോർഡിനേറ്റ്സിലോട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഫ്ലെക്സിബിൾ നേച്ചറിലുള്ളതായിരിക്കും ആ ഓർഗനൈസേഷൻ ഫോളോ ചെയ്ത് കൊണ്ടുവരുന്നത്. കാരണം എല്ലാ ആക്ടിവിറ്റീസ് നമുക്ക് ആ ടാസ്കിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക് സിറ്റുവേഷൻസിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, സോ ഇറ്റ് മേ ബി ഫ്ലെക്സിബിൾ നേച്ചർ ഇൻ ദ കേസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. നെക്സ്റ്റ് ബേസിസ് മേ ബി കൺട്രോൾ. In the case of centralization, better control over the subordination. സെൻട്രലൈസേഷൻ പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ, അതായത് സെൻട്രലൈസേഷൻ എന്ന് പറയുന്ന കാര്യമാണ് ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്ത് കൊണ്ടുവരുന്നെങ്കിൽ അവിടെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ടോപ്പ് ലെവലിനായിരിക്കും എല്ലാ അതോറിറ്റിയും. അതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ സെൻട്രലൈസേഷനിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ലെസ് കൺട്രോൾ ഓവർ ദ സബോർഡിനേറ്റ്സ്. കാരണം അതോറിറ്റിയും ഫ്രീഡവും എല്ലാം നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യുന്നത് ഡീസെൻട്രലൈസേഷന്. അതുകൊണ്ട് തന്നെ സബോർഡിനേറ്റിനെ കൺട്രോൾ ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ലെസ് കൺട്രോൾ ഓവർ ദ സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ് ഇൻ ദ കേസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ, ബട്ട് വെരി ഈസി ഫോർ സെൻട്രലൈസേഷൻ. ഓക്കെ, next basis may be suitable. Centralization is suitable for small scale and small size organization. സെൻട്രലൈസേഷൻ ഫോളോ ചെയ്യുന്നത് സ്മാൾ സ്കെയിൽ അല്ലെങ്കിൽ സ്മാൾ സൈസ് ഓർഗനൈസേഷനിലായിരിക്കും സെൻട്രലൈസേഷൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അത് സ്യൂട്ടബിൾ ആയ സ്മാൾ സൈസ് ഓർഗനൈസേഷനായിരിക്കും സെൻട്രലൈസേഷൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇൻ ദ കേസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ. കാരണം ലാർജ് സ്കെയിൽ ഓർഗനൈസേഷനിലല്ലേ ഒരുപാട് എംപ്ലോയീസും ഒരുപാട് സബോർഡിനേറ്റ്സും ഒക്കെ വരുന്നത്. അപ്പം നമുക്ക് എന്തുകൊണ്ടും അതോറിറ്റി ആയാലും ഡിസിഷൻ മേക്കിംഗ് പവർ ആയാലും നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തേ പറ്റൂ. കാരണം ടോപ്പ് ലെവൽസിന് അത്രത്തോളം സ്ട്രെസ്സ് വരും ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ ആകുമ്പോൾ. അപ്പോൾ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷനിലാണ് ഡീസെൻട്രലൈസേഷൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. എന്തൊക്കെ ബേസിസിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തത്? ഫസ്റ്റ് വൺ മീനിങ്ങിൻ്റെ ബേസിസിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. സെക്കൻഡ് വൺ എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തത്? ഒബ്ജക്റ്റീവിൻ്റെ ബേസിസിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. തേർഡ് വൺ ഫ്രീഡത്തിൻ്റെ ബേസിസിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഫോർത്ത് വൺ കൺട്രോളിൻ്റെ ബേസിസിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഫിഫ്ത്ത് വൺ സ്യൂട്ടബിലിറ്റിയുടെ ബേസിസിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. സോ സെൻട്രലൈസേഷന് ഡീസെൻട്രലൈസേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വെരി വെരി ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. നമ്മുടെ ഓർഗനൈസിങ് ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മളിന്ന് പഠിച്ചത്. അതായത് സെൻട്രലൈസേഷൻ എന്താണെന്ന് പഠിക്കണം, ഡീസെൻട്രലൈസേഷൻ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. 5 മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും ഇതിൻ്റെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം. അതായത് ഏത് ടോപ്പിക്കിൻ്റെ? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഇതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചോദിക്കാം. ഓക്കെ, താങ്ക് യു.